അച്ഛ അച്ഛൻ എന്തിനാ എന്നെ അന്വേഷിച്ചത്? മോൾക്ക് അറിയാവുന്ന കാര്യമില്ലേ, എനിക്ക് ജോലി തുടങ്ങുന്നതിന് മുമ്പേ മോളുടെ മുഖം കണി കാണണമെന്ന്. ഓ, ഈ അച്ഛന്റെ ഒരു കാര്യം. മോൾ ഈ കാട്ടിലെ ദേവിയാണ്. അത് മോള് ചില സമയങ്ങളിൽ മറന്നു പോകുന്നുണ്ട്. അച്ഛ, ഞാൻ ദേവി ഒന്നല്ല. ഞാൻ നിങ്ങളെ പോലെ ഒരു പച്ചയായ മനുഷ്യനാണ്. അല്ല മോളെ, മോൾ ഈ കാട്ടിലെ ദേവിയാണ്. എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? ദേവി ആയി കഴിഞ്ഞ കുടുംബജീവിതം ഒന്നും ഉണ്ടാവില്ലല്ലോ അച്ഛ. ഇല്ല മോളെ, അവർക്ക് കുടുംബമൊന്നും ഉണ്ടാകില്ല. മോളെന്തിനാ വിഷമിക്കുന്നത്? മോളുടെ കുടുംബമല്ലേ ഞാനും അമ്മയും. ഈ അച്ഛൻ എന്താ ഇങ്ങനെ? ദേവിയുടെ പ്രത്യേക കഴിവ് കിട്ടിയ മനുഷ്യജന്മമാണ് നിന്റേത്. അത് വിചാരിച്ച് അപ്പോ ഞങ്ങളുടെ ദേവിയാണ് മോള്. മോളെ കണി കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന മരുന്നുകൾക്കെല്ലാം എന്തു ഫലമാണെന്നോ? ഇന്നലെ പൊള്ളലേറ്റ് കടന്ന ആ രാമേന്ദ്രനില്ലേ, ആ അവന് ഈ മരുന്ന് തേച്ചതിന് ശേഷം എത്ര പെട്ടെന്നാണെന്നോ അസുഖം ഭേദമായത്. അത് അച്ഛന്റെ മരുന്ന് കൂട്ട് നല്ലതായത് കൊണ്ടാണ് അച്ഛാ. ഏയ്, ഒരിക്കലല്ല. എന്റെ പൊന്നുമോളെ കണി കണ്ടതുകൊണ്ട് മാത്രം. എന്തെല്ലാം മണ്ടത്തരമാണ് അച്ഛൻ നിങ്ങൾ വിളമ്പുന്നത്? മറുത്തൊന്നും പറയരുത്. ഇനി അതിരാവിലെ തന്നെ അച്ഛന്റെ മുന്നിൽ അവതരിക്കണം മോള്. ഓക്കെ? എന്നാ മോള് കുളത്ത് പോയിട്ട് വെള്ളം എടുത്തിട്ട് വാ. അയ്യോ, എനിക്കൊന്നും വയ്യ അച്ഛാ. പൊന്നുമോള് വെള്ളം കൊണ്ടുവന്നാലേ ഞങ്ങള് കുടിക്കൂ, മോക്കറിയാലോ. എന്തൊരു കഷ്ടാച്ച, എത്ര ദൂരം പോകണം കുറച്ച് വെള്ളം കിട്ടാൻ വേണ്ടിട്ട്. എനിക്കൊന്നും വയ്യ. മോളെ, അച്ഛൻ പറഞ്ഞത് കേക്ക്. എനിക്ക് വയ്യാന്ന് പറഞ്ഞ വയ്യ. പിന്നെ അച്ഛനൊരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. എന്ത്? ഇന്ന് തന്നെ ഒരു കിണർ കുത്തി നമ്മുടെ നാട്ടിലേക്ക് വരും. എന്ത്? അച്ഛൻ എന്താ പറഞ്ഞേ? അതെ, ഇന്ന് തന്നെ ഒരു കിണർ കുത്തി നമ്മുടെ നാട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ഫലം ഉണ്ടാവും അച്ഛാ? ഉണ്ടാകുന്നു, നമുക്ക് വിശ്വസിക്കാം. എത്ര കിണർ കുത്തികൾ വന്ന നാടാ, ഇതുവരെ വെള്ളം കണ്ടില്ലല്ലോ. ഈ വട്ടം വെള്ളം കാണും, മോള് നോക്കിക്കോ. അതെന്താ അച്ഛൻ ഇത്ര ഉറപ്പ്? അത് പിന്നെ വെള്ളം കാണാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ കിണർ കുത്തി വെള്ളം കാണിച്ച അതിശയിപ്പിക്കുന്ന ഒരു കിണർ കുത്തിയ ഇപ്രാവശ്യം നമ്മുടെ നാട്ടിലേക്ക് വരാൻ നിൽക്കുന്നത്. കണ്ടറിയാം നമുക്ക്. പിന്നെ കിണർ കുത്തുന്നതിന് മുമ്പ് എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ? കിണർ കുത്തിയെ സഹായിക്കേണ്ടത് മോളാണ്. എന്ത്? അതെ, ഇപ്രാവശ്യം നമ്മള് തോറ്റു കൊടുക്കരുത്. ഈ അച്ഛൻ എന്താ പറഞ്ഞു വരുന്നേ? കിണർ കുത്തിയുടെ കൂടെ മോളും പണിയിൽ ഇറങ്ങണം. ഓ എന്റെ ഈശ്വര, എവിടെ നോക്കിയാൽ എനിക്ക് എങ്ങനെ പണി തരാന്നാ അച്ഛൻ നോക്കുന്നേ. അയ്യോ, അങ്ങനെ പറയല്ലേ മോളെ. അച്ഛൻ അങ്ങനെയൊന്നല്ല ഉദ്ദേശിക്കുന്നത്. മോള് ഈ കാട്ടിലെ ദേവിയല്ലേ. ഈ കാട്ടിലെ വെള്ളം കിട്ടണമെങ്കിൽ മോളുടെ കൈകളും അതിൽ ഉൾപ്പെടുത്തണം എന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. എന്നെ കൊണ്ട് വയ്യ. എന്നാ കുടം ഇങ്ങെടുക്ക്, ഞാനേ ആ പുഴയിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാം. ശരി മോളെ. ശരി അച്ഛാ, ഞാൻ പോയിട്ട് വരാം. ശരി മോളെ, കുടത്തിൽ നിറച്ചും വെള്ളം എടുത്തിട്ട് വാ. അച്ഛാ, ഞാൻ പോകുന്ന വഴിക്ക് നിറയെ പുലികളാണ്. അതിന് മോളെന്തിനാ പേടിക്കുന്നത്? ഒരു പുലിയും മോളെ ഉപദ്രവിക്കില്ല. അതെന്താ അച്ഛാ? മോള് ദേവിയല്ലേ. ഇവരുടെ ഒരു ദേവി. പുലി എന്നെ തിന്ന് കൊല്ലണം, അപ്പൊ മനസ്സിലാവും ഞാൻ ഈ കാട്ടിലെ ദേവിയല്ലാന്ന്. നിങ്ങളെ പോലെ തന്നെ രക്തം ഓടുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് ഞാൻ, ദേവിയൊന്നും അല്ല. മോളെ, അച്ഛനോട് ചുമ്മാ വഴക്കിടാതെ. എന്നാ ശരി അച്ഛാ, ഞാൻ പുഴയിൽ പോയി വെള്ളം എടുത്തിട്ട് വരാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ആനക്കറിയില്ലല്ലോ ആനയുടെ വലിപ്പം. അതുപോലെയാണ് ഈ സുഭദ്രയുടെ കാര്യം. അവളുടെ ആ ദൈവിക ശക്തിയെക്കുറിച്ച് അവൾക്ക് വലിയ ബോധമില്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നടന്നു നടന്നു മനുഷ്യയുടെ നടു ഒടിഞ്ഞു. മനുഷ്യൻ തളർന്നു. എത്ര ദൂരം നടക്കണം ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്? അതും ഞാൻ തന്നെ പോയി വെള്ളം എടുക്കും വേണം. ദേവിയാണത്രേ ദേവി. മാങ്ങാത്തൊലിയാ. ആരും എന്റെ സങ്കടം മനസ്സിലാക്കുന്നില്ല. ഒരിക്കൽ ഞാൻ ഈ കാട്ടിൽ ഓടിപ്പോകും. അപ്പൊ അവർ പഠിച്ചോളൂ. അയ്യോ ദേവി! രുക്മിണി, നീയോ? ദേവി, നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം. രുക്മിണി, എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാതെ. ദേവി, നിങ്ങൾ എനിക്ക് അനുഗ്രഹം തരില്ലേ? ദേവിക്ക് എന്നോട് കോപമാണോ? ഓ രുക്മിണി, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഞാൻ ദേവി മാങ്ങാത്തൊലി ഒന്നുമല്ല. നിന്നെ പോലെ തന്നെ രക്തം ഓടുന്ന ഒരു സാധാ മനുഷ്യനാ. അയ്യോ, അങ്ങനെ പറയാതെ. അനുഗ്രഹിച്ചെന്ന് പറയൂ ദേവി. ഓ പണ്ടാറടങ്ങാനായിട്ട്. അനുഗ്രഹിച്ചു. ഈ കാട്ടിലുള്ള എല്ലാവർക്കും ഭ്രാന്താ, മുഴുത്ത വട്ട്. ദേവി, എനിക്ക് ദേവിയോട് ഒരു കാര്യം പറയാനുണ്ട്. ദേവിയല്ല, സുഭദ്ര. സുഭദ്ര എന്ന് വിളിക്കുന്നേ. അയ്യോ, അങ്ങനെ ഞാൻ വിളിക്കില്ല ദേവി. വട്ടുള്ളവരോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ നിനക്ക് പറയാനുള്ളത്? പറ.
2 ദിവസം കഴിഞ്ഞ എന്റെ കല്യാണമാണ് ദേവി. ഓ ആണോ? അതെ. എവിടെയാ ചെറുക്കൻ? ഒരുപാട് ദൂരെയാ, നമ്മുടെ കാട്ടിലൊന്നുമല്ല, അങ്ങ് പട്ടണത്തിലേക്കാ എന്നെ കെട്ടിച്ചു വിടുന്നത്. നിന്റെയൊക്കെ ഒരു ഭാഗ്യം. ദേവിയുടെ അനുഗ്രഹം എനിക്ക് വേണം. കല്യാണത്തിന് തീർച്ചയായിട്ടും ദേവി വരണം. ഓ വന്നോളാം. എന്നാ ഞാൻ പോട്ടെ ദേവി. പൊയ്ക്കോ. എന്തൊരു കഷ്ടത്. അവളുടെ ഒക്കെ ഒരു ഭാഗ്യം. കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് അവള് ജീവിക്കുന്ന കാലം ഞാനുണ്ടാവും ഈ കാട്ടില് മൂത്ത് നരച്ച ഒരു ദേവിയായിട്ട്. എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മടുത്തു മടുത്തു എനിക്ക് ഈ ജീവിതം. ദേവിയാണെന്ന് പറഞ്ഞ് ഒരാള് പോലും എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും വരില്ല. ഒരാള് പോലും എനിക്ക് കൂട്ടില്ല. എല്ലാവരും എന്നെ ഭക്തിയോട് കൂടിയാ നോക്കി കാണുന്നത്. ഞാനൊരു പച്ചയായ മനുഷ്യനാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടെന്ന് ആരും അറിയുന്നില്ല. മടുത്തു, എനിക്ക് ഈ ജീവിതം മടുത്തു. ഇവിടെ നിന്ന് ഞാൻ എന്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? കിട്ടിയ വെള്ളം കൊണ്ട് വീട്ടിലേക്ക് പോട്ടെ. രുക്മിണി എന്നോട് പുഴവക്ക് നിന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മായുന്നില്ല. എന്ത് ചന്തായിരിക്കും കല്യാണ പെണ്ണായി ഒരുങ്ങുമ്പോൾ. പുതിയ സാരിയും മാലയും വളയും. അടിപൊളിയായിരിക്കും. എനിക്ക് മാത്രം ഒന്നിനും യോഗയില്ല. അതിപ്പോ എവിടുന്ന ഒരു ശബ്ദം? അയ്യോ, പാമ്പ് വല്ലതും ആണോ? ആണെങ്കിൽ എന്നെ അങ്ങ് കൊത്തിയേക്ക്, എന്നിട്ട് എന്നെ കൊന്നിട്ടേക്ക്. എനിക്കുണ്ടല്ലോ, എനിക്ക് ഈ മടുത്തു ഈ പണ്ടാര ജീവിതം. അയ്യോ, നിങ്ങൾ ആരാ ഇത്? പാമ്പൊന്നല്ല കേട്ടോ, സാധാ ഒരു പച്ചയായ മനുഷ്യനാ. അത് തന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ആരാന്നാ ചോദിച്ചേ? അത് പിന്നെ ഈ നാട്ടിലെ കിണർ കുത്തി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു മൂപ്പൻ. ഓ, അദ്ദേഹമായിരുന്നോ? അതെ. ഞാൻ ആ മൂപ്പന്റെ മകളാണ്. ആഹാ, ഞാൻ കുറെ നേരമായി ഈ കാട്ടിലൂടെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഞാൻ ഇതുവരെ അവരെ കണ്ടില്ല. എന്റെ കൂടെ വന്നോളൂ. ഞാൻ പോകേണ്ട വഴി കൂടെ തന്നെയാണ് തനിക്കും പോകേണ്ടത്. ഓ അതെയോ? അതെ. എന്താ തന്റെ പേര്? സുഭദ്ര. ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. എന്ത്? അപ്പൊ അത് പിന്നെ തന്റെ പേര്? എന്താടോ താനിങ്ങനെ പഴം വീങ്ങിയ പോലെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത്? ഈ കൊച്ചാള് കൊള്ളാലോ, കാണാൻ എന്തൊരു സുന്ദരിയാണ്. എടോ, തന്നോടാ ഞാൻ ചോദിക്കുന്നത്. താനെന്താ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേന്ന്? പോകണ്ടേ? അപ്പൊ അത് പിന്നെ? വാടോ, നടക്ക്. തന്നോടാടോ പറഞ്ഞത് നടക്കാന്. തന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയോ? ഞാൻ ആരോടും കള്ളം പറയാറില്ല, സത്യം മാത്രമേ പറയാറുള്ളൂ. താൻ ചോദിച്ചോളൂ. അത് വേറൊന്നുമല്ല, താൻ വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്കൊരിക്കലും വിവാഹം കഴിക്കാൻ സാധ്യമല്ല ആരെയും. അതെന്താ? ഞാൻ ഈ കാട്ടിലെ ദേവിയാ. അയ്യേ, എന്താ താൻ പറഞ്ഞേ? എന്തേ, താൻ കേട്ടിട്ടില്ലേ? ഞാൻ ഈ കാട്ടിലെ ദേവിയാണെന്ന്. അയ്യേ, എല്ലാം നശിപ്പിച്ചു. എന്ത്? ഒന്നുമില്ല.